ഉടനെ തന്നെ ഇടാം. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്തുള്ള ഇതില്ലേ, പൂഞ്ചെന്ന് പറയും, ആ സാധനമൊക്കെ വലിച്ചൂരി കളഞ്ഞിട്ട് നമ്മൾ അതിലും അലോവേറ നിറയ്ക്കണം. നിറച്ചോ, ആവശ്യത്തിന് നിറച്ചോ. നിങ്ങൾ അലോവേറ ഉണ്ടെങ്കിൽ ആവശ്യത്തിന് കൂടുതൽ തന്നെ നിറച്ചോ. എന്തായാലും നോക്കട്ടെ, ഇത് പൊടിച്ച് കഴിഞ്ഞാൽ ചരിത്രം. ഞാൻ പറഞ്ഞല്ലോ ഒരു വർഷം. ഇനി നമുക്ക് ആ കമ്പ് സവാളയിലോട്ട് ഇറക്കാം. അടിപൊളി. ഇറങ്ങി പോകുന്ന കണ്ട നല്ല രസമുണ്ടല്ലേ. എല്ലാം കൂടെ വെളി വന്ന്. കുഴപ്പമില്ല ഗൈസ്, നമ്മൾ നടുമ്പോൾ ശരിയാവും. ഇനി നമുക്ക് അവിടെ കുഴിയൊന്ന് സെറ്റാക്കിയിട്ട് സവാള താഴോട്ടിടക്കി വെച്ചു. ഇനി നമ്മൾ മണ്ണിടാനുള്ള പരിപാടി തുടങ്ങാൻ പോവുകയാണ്. മണ്ണിടാം. ഞാനും കൂടെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പണിയെടുക്കണില്ലെന്ന് ആരും വിചാരിക്കല്ലേ. നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ, അതും ഒരു പണിയാണല്ലോ ഗൈസ്. ഇനി കയ്യിലുള്ള അധികം വന്ന ഇതില്ലേ അലോവേറയും കൂടെ അതിൻ്റെ മുട്ടിയിട്ട് കൊടുക്കാം. പൊടിക്കട്ടെ, പൊടിച്ച് വളരട്ടെ. അങ്ങനെ മണ്ണിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നല്ല രീതിയിലൊന്ന് ഒതുക്കി ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഇത്തിരി കൂടിപ്പോയോ എന്നൊരു സംശയം. ഇല്ല, കറക്റ്റ് തന്നെ. ഇത്രയും ചെടി മണ്ണും ഇതൊക്കെ ഇല്ലേ, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തോളാം. നാളെ രാവിലെ ആകുമ്പോൾ ശരിയായിക്കോളുമല്ല. അപ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ, നമ്മൾ നട്ട കൊമ്പിൽ ഫംഗസ് വരരുതല്ലോ, അതുകൊണ്ട് നമ്മൾ സാഫ് പൗഡർ നമ്മൾ തേക്കുവാണ് ഇതിൽ. കുറച്ച് വെള്ളത്തിൽ കൂടുതൽ പൊടി, അങ്ങനെയാണ് ഇപ്പോൾ തേച്ചേക്കണത്. കണ്ടോ, ഇതാകുമ്പോൾ അവിടെ ഫംഗസ് വരത്തില്ല. അടിയിലുള്ള പ്രൊസീജിയറെല്ലാം നല്ല രീതിയിൽ നടക്കും. ഈ വീഡിയോയുടെ ക്ലൈമാക്സ് എന്താവുമെന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം. നിങ്ങളെല്ലാവരും ഒന്ന് ചാനലിന് സബ് ചെയ്ത് കൂടെ കൂടിക്കുക കേട്ടോ. പുതിയൊരു വീഡിയോമേ ഉടനെ തന്നെ കാണാം ഗൈസ്. ടാറ്റാ.